നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ? കമ്പ്യൂട്ടറിന് ഒരു ഹാർഡ്വെയറും ഉണ്ട്, ഒരു സോഫ്റ്റ്വെയറും ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, കമ്പ്യൂട്ടറിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടാണ് സോഫ്റ്റ്വെയർ. പക്ഷേ ഈ സോഫ്റ്റ്വെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും, എല്ലാ ഡേറ്റാസും പ്രോസസ്സ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടു കൂടിയാണ്. നമ്മുടെ മൊബൈൽ ഫോണിലും അങ്ങനെ തന്നെ. അതേപോലെ തന്നെ നമ്മുടെ ഹാർഡ്വെയർ ആണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. സോ കോൺഷ്യസ്ലി നമ്മുടെ കോൺഷ്യസ് മൈൻഡിലൂടെ നല്ല ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്താൽ അത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്കത് സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ ഒരു ഷിപ്പിലെ ക്യാപ്റ്റനാണ്. ഓക്കെ, സോ ഷിപ്പിലെ ക്യാപ്റ്റൻ ആണെന്ന് നിങ്ങൾ കോൺഷ്യസ്ലി ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോകണം. അവിടത്തേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ GPS സെറ്റ് ചെയ്യുന്നു. GPS സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സോഫ്റ്റ്വെയർ നോക്കിക്കോളും ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു വട്ടം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്യുക, അതിനെപ്പറ്റി നിങ്ങൾ അഫേം ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ തന്നെയാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചോളും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു കാര്യം ഓർത്തു വെക്കുക, നിങ്ങൾ ഇന്ന് എന്താണോ അത് നിങ്ങളുടെ ഇന്നലത്തെ ചിന്തയായിരുന്നു. നിങ്ങൾ നാളെ എന്താകും എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ ചിന്തയാണ്. എല്ലാവരും ഇൻസെക്യൂരിറ്റീസും നെഗറ്റീവ് ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റി ഹാപ്പിനെസ്, പ്രോസ്പെറിറ്റി, ലവ്, ഹെൽത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല ചിന്തകൾ ജീവിതത്തിൽ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള നല്ല നല്ല ചിന്തകൾ കോൺഷ്യസ്ലി നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പാസ് ചെയ്യുക. അതുവഴി എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ.